ഒരു കൊടും ക്രൂരതയുടെ കഥ ചുരുളഴിയുമ്പോൾ നാട് ഞെട്ടിയിരിക്കുകയാണ്. ഒരു 6 വയസ്സുകാരിയുടെ നിഷ്കളങ്കമായ ചിരി മായ്ച്ചത് വെറും ഒരു കപ്പ് ഐസ്ക്രീമിന്റെ പേരിലുണ്ടായ ദേഷ്യമാണെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. പ്രിയപ്പെട്ട വെണ്ണിലയുടെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ ബംഗളൂരുവിലെ ആഡംബര വില്ലയിലെ മഞ്ഞുമൂടിയ രഹസ്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുകയാണ്. ദാവണഗെരെ സ്വദേശി പ്രവീണിന്റെയും അഭിഭാഷകയായ പ്രിയങ്കയുടെയും മകൾ വെണ്ണില മാർച്ച് 24-നാണ് മരിച്ചത്. ഈ വർഷം ആദ്യം പ്രവീണും പ്രിയങ്കയും വേർപിരിഞ്ഞതോടെ വെണ്ണില അമ്മ പ്രിയങ്കയുടെ കൂടെയായിരുന്നു താമസിക്കാതെ പ്രിയങ്കയുടെ കോളേജ് സുഹൃത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ ജിയൻ മോഹനും ഇവരോടൊപ്പം ആ ആഡംബര വില്ലയിലേക്ക് താമസം മാറി. എല്ലാം പുറമേക്ക് ഭംഗിയുള്ള ഒരു കുടുംബ ചിത്രം പോലെ, പക്ഷെ ആ ചിത്രത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഇരുണ്ട ഭാവിയായിരുന്നു. സംഭവ ദിവസം ഷോപ്പിംഗും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് കാറിൽ മടങ്ങുകയായിരുന്നു പ്രിയങ്കയും മോഹനും വെണ്ണിലയും. യാത്രക്കിടെ വെണ്ണിലയുടെ കയ്യിലിരുന്ന ഐസ്ക്രീം കാറിനുള്ളിൽ സീറ്റുകളിലും മാറ്റുകളിലും ചിതറി വീണു. ഇത് കണ്ട് മോഹൻ പ്രകോപിതനായി. ഐസ്ക്രീം വീണുപോയതിന്റെ വിഷമത്തിൽ മറ്റൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വെണ്ണില കരയാൻ തുടങ്ങിയതോടെ അയാളുടെ നിയന്ത്രണം പാടെ വിട്ടു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ മോഹൻ ആ കുരുന്നിന്റെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് തുടരെ ഇടിക്കുകയും കരച്ചിൽ നിർത്താനായി വായയും മൂക്കും പൊത്തിപ്പിടിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. ആ നിസ്സഹായമായ കുഞ്ഞു മരണം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു. തുടക്കം മുതലേ ഇതൊരു കൊലപാതകമാണെന്ന് ആരോപിച്ച വെണ്ണിലയുടെ പിതാവ് പ്രവീൺ പോലീസിൽ പരാതി നൽകി. ഒടുവിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മോഹന്റെ ക്രൂരത വെളിപ്പെടുത്തി. ജൂൺ 4-ന് മോഹൻ അറസ്റ്റിലായി. അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിയും ആന്തരികമായ പരിക്കും കാരണമാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പോലീസ് സംഘം കാറിൽ ഫോറൻസിക് പരിശോധനയും നടത്തി. തുടർന്നാണ് പ്രതിയെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രിയങ്ക ഇപ്പോഴും ഒളിവിലാണെന്നും പോലീസ് പറയുന്നു. 2025 നവംബറിലാണ് കോളേജിലെ സുഹൃത്തായിരുന്ന മോഹനെ പ്രിയങ്ക വീണ്ടും കണ്ടുമുട്ടിയതെന്നാണ് കേസിലെ പരാതിക്കാരനായ പ്രവീൺ പറയുന്നത്. കോളേജ് പഠനകാലത്ത് മോഹനും പ്രിയങ്കയും കമിതാക്കളായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. ഈ വർഷം ജനുവരിയിലാണ് പ്രിയങ്ക വിവാഹമോചനത്തിന് നിർബന്ധിച്ചത്. സമ്മർദ്ദം ചെലുത്തി വിവാഹമോചന രേഖകൾ ഒപ്പിട്ട് വാങ്ങി. തുടർന്ന് മോഹനും പ്രിയങ്കയും ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ ഒരുമിച്ച് താമസവും തുടങ്ങി. മോഹൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇവരെ ഉപേക്ഷിച്ചാണ് പ്രിയങ്കയ്ക്കൊപ്പം താമസം തുടങ്ങിയത്. പ്രിയങ്കയ്ക്കൊപ്പം താമസം തുടങ്ങിയ മോഹനെ ഇയാളുടെ ഭാര്യ തിരഞ്ഞു വരികയും ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തിരുന്നു. മകൾ മരിച്ചതിന് 3 ദിവസം മുൻപ് പ്രിയങ്കയും മോഹനും ഒരുമിച്ച് മധുരയിലേക്ക് യാത്ര പോയിരുന്നു. മാർച്ച് 24-ന് ഈ യാത്ര കഴിഞ്ഞെത്തിയ ശേഷമാണ് മകളെയും കൂട്ടി പുറത്തു പോയതെന്ന് പ്രവീൺ പറഞ്ഞു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്.